ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇഫ്താറിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഒരു സ്നാക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിന് ഇറച്ചി കേക്ക് എന്നും പറയാറുണ്ട്. ചിക്കനോ മട്ടനോ ഒക്കെ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ബീഫ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി എല്ലില്ലാത്ത 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് കേക്കിന് വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യമായിട്ടുള്ള 5-6 പച്ചമുളക് ചതച്ചത്, 2 തണ്ട് വേപ്പില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം 1/2 കപ്പ് മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് കേക്കിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായി കേക്കിനൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് മൈദ, അതിൻ്റെ കൂടെ 1/4 കപ്പ് പാല്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാലയിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പഴയ ഫ്രൈ പാൻ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനു മുകളിലായി കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു പാനിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്ത് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് കമഴ്ത്തി കൊടുത്തപ്പോൾ അടിഭാഗത്തെ ആ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമഴ്ത്തിയെടുക്കുമ്പോൾ സാവധാനത്തിൽ ശ്രദ്ധിച്ചെടുക്കാൻ നോക്കണം. 1-2 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണിത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.